നമസ്കാരം. നമ്മുടെ വി.ഡി. സതീശൻ ഇപ്പോൾ കേരളത്തിലെ താക്കറയായിട്ട് മാറുകയാണ്. പണ്ട് ബോംബെയിലായിരുന്നു സ്വദേശിവൽക്കരണം. മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്ന അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെ, തൊഴിൽ ചെയ്യുന്ന ആളുകളെ ആട്ടി ഓടിച്ചതും അവരുടെ കടകളൊക്കെ കത്തിച്ചതും ആക്രമിച്ചതും മുംബൈയിലായിരുന്നു. നമ്മുടെ രാജ്യത്തെ എല്ലാ മുക്കിലും മൂലയിലും ചന്ദ്രനിൽ പോയാലും ചായക്കട നടത്തുന്നത് മലയാളിയെ കാണാം എന്ന് പറയാറുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങ് വെളിച്ചമെത്താത്ത എല്ലാ നാട്ടിലും മലയാളിയുണ്ട്. എവിടെ പോയാലും ഒരു മലയാളിയെ കാണാം. പ്രിയപ്പെട്ട സതീശ, നിങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പണം ഊറ്റുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, ഇവിടുന്ന് വെള്ളം കുടിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, അവൻ ഗോതമ്പ് പൊടി മാത്രമാണ് കഴിക്കുന്നത്, കള്ള് പോലും കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യമാണ് ഈ നാട്ടിലെ വലിയ പ്രശ്നം, പണം നഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ നാട്ടിലേക്ക് പണം വരുന്നത് എവിടുന്നാണ്? സതീശനൊന്ന് പറയണം, അത് എവിടെ നിന്നാണ്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഈ മുഖ്യമന്ത്രിയായ ശേഷം, നേരത്തെ ഇങ്ങനെയാണ്, മുഖ്യമന്ത്രിയായ ശേഷം വളരെ അബദ്ധമാണ്. ആ സ്ഥാനത്തിന് യോജിക്കാത്ത രൂപത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യ, അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ജർമ്മനി, ലോകത്തിൻ്റെ നാനാഭാഗത്തും നമ്മുടെ നഴ്സുമാർ, നമ്മുടെ ജോലിക്കാർ, എൻജിനീയർമാർ, ഡോക്ടർമാർ, തൊഴിലാളികൾ, നമ്മുടെ GCCയിലൊക്കെ തന്നെ നമ്മുടെ സാധാരണ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ കഠിനാധ്വാനം ചെയ്ത്, ഇന്നത്തെ എഞ്ചിനീയർമാരൊക്കെ വരുന്നതിന് മുമ്പ് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ നാട്ടിൽ പണം കൊണ്ടുവന്ന് അവർ നിക്ഷേപം നടത്തിയിട്ടാണ് നമ്മുടെ നാട്ടിലെ വലിയ കെട്ടിടങ്ങളും അതേപോലെ വ്യവസായങ്ങളും ഇതൊക്കെ വളർന്നു വന്നത്. എവിടുന്ന് വന്നതാണ്? ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളി തൊഴിൽ ചെയ്ത് കൊണ്ടുവന്ന പൈസയാണ്, ഇവിടെ നിന്നുണ്ടായ പൈസയല്ല. അവരോട് ആ നാട്ടിലെ സൗദിയിലെ രാജാവ് പറയാണ്, ഈ നാട്ടിൽ വന്നിട്ട് തൊഴിലെടുത്ത് പൈസ കൊണ്ടുവന്ന മലയാളിയുണ്ട്, അവനൊക്കെ ആട്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അവന് ഇവിടെ നിന്ന് കാര്യമായിട്ട് പൈസ ചിലവാക്കുന്നില്ല. അവനൊരു ഭക്ഷണം കഴിച്ച് റൂമിൻ്റെ അകത്ത് തിളപ്പിച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് കൂട്ടുകാരോടൊപ്പം ഒരു ഭക്ഷണവും കഴിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു മന്തിയോ ബിരിയാണിയോ കഴിക്കുന്നതേ ഉള്ളൂ. ബാക്കി പൈസ നാട്ടിലേക്ക് ഭാര്യക്കും മക്കൾക്കും അയക്കുകയാണ്. ഇത് തടയണമെന്ന് അവിടുത്തെ രാജാവ് പറഞ്ഞാൽ എന്താ ചെയ്യുക? അതേപോലെ തന്നെ UAE ഭരണാധികാരി പറയാണ്, അവരവിടുന്ന് അയക്കണം, മലയാളിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ പൈസ കൊണ്ടുവന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ബോംബെയിലുള്ള അവിടുത്തെ ശിവസേനക്കാരൻ ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെയുള്ള മലയാളികൾ മുഴുവൻ ആട്ടി ഓടിക്കണം. വേണ്ട, ബാംഗ്ലൂരിൽ പോയിട്ട് ഇവിടുത്തെ മലയാളി മുഴുവൻ പോകട്ടെ എന്ന് പറഞ്ഞാലോ? മൈസൂരിൽ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റുവട്ടവും മലയാളി ഹോട്ടലുകളാണ്, അവിടെയുള്ള ബേക്കറികൾ മലയാളികളാണ്, ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാലോ? നിങ്ങൾ എന്തൊരു വിവരമൊക്കെ, നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ, നിലവാരത്തിൽ സംസാരിക്കൂ. വളരെ മോശമാണ് ഇത്തരത്തിൽ മറ്റു അന്യസംസ്ഥാന തൊഴിലാളികൾ അവരിവിടെ വന്നിട്ടില്ല. എന്താ സ്ഥിതി? ഇവിടെ തൊഴിലെടുക്കാൻ ആളെ കിട്ടുമോ? ആരെങ്കിലും കിട്ടുന്നുണ്ടോ? ആരും വരാത്തത് കൊണ്ട് അവർ വരുന്നത്. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ തൊഴിൽ ചെയ്യാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് അവർ വരുന്നത്. ഇവിടെ അവരൊക്കെ വിദേശത്തേക്ക് പോയി. നമ്മുടെ നാട്ടിൽ ജനസംഖ്യ വളരെ ചുരുങ്ങി, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വിദേശത്താണ്. ഇവിടെ ആരാ തൊഴിലെടുക്കുന്നത്? തൊഴിലെടുക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അന്യസംസ്ഥാനക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നത്. പൊറാട്ട അടിക്കാൻ നമ്മുടെ നാട്ടിൽ ആളെ കിട്ടാനില്ല. നമ്മുടെ നാട്ടിൽ മറ്റ് ക്ലീനിങ് ജോലിക്ക് ആളെ കിട്ടാനില്ല. രാവിലെ കൃത്യമായി ജോലിക്ക് വന്നത് തീർക്കാൻ ആളെ കിട്ടാനില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവർ വരുന്നത്, അല്ലാതെ ആരും വിളിച്ചുകൊണ്ട് വരുന്നതല്ല. അതുകൊണ്ട് ഈ മാതിരി വർത്തമാനം ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇത്തരം നെറികെട്ട തരംതാണ വാക്കുകൾ പറയരുത്. അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക്, ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് കൂടെ ഒരു കുറച്ചിലാണ്, നാണക്കേടാണ്. ഇത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.